പണ്ടൊരിക്കൽ നല്ല വെയിലുള്ളൊരു കാട്ടിൽ അഹങ്കാരിയായൊരു മുയലും ശാന്തനായൊരാമയും താമസിച്ചിരുന്നു. മുയലിന് പൊങ്ങച്ചം പറയാൻ വളരെ ഇഷ്ടമായിരുന്നു. ഈ കാട്ടിലെ ഏറ്റവും വേഗതയുള്ള മൃഗം ഞാനാണ്, അവൻ പറയുമായിരുന്നു. ഓട്ടമത്സരത്തിൽ ആരെയും എനിക്ക് തോൽപ്പിക്കാൻ കഴിയും, ആമേ, നിന്നെപ്പോലും. ആമ പുഞ്ചിരിച്ചുകൊണ്ട് ദയയോട് മറുപടി പറഞ്ഞു. നീ വേഗതയുള്ളവനായിരിക്കാം, പക്ഷേ നിന്നോട് മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. മുയൽ ചിരിച്ചു. ഓട്ടമത്സരമോ? നിന്നോടോ? ഇത് വളരെ എളുപ്പമായിരിക്കും. പിറ്റേന്ന് രാവിലെ എല്ലാ മൃഗങ്ങളും മത്സരം കാണാൻ ഒത്തുകൂടി. തയ്യാറായിക്കോ? 1, 2, 3, പോകൂ, കുറുക്കൻ വിളിച്ചു പറഞ്ഞു. മുയൽ അതിവേഗം മുന്നോട്ടോടി, പിന്നിൽ പൊടി പറത്തിക്കൊണ്ട്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആമ പതുക്കെ ഓരോ ചുവടും വെച്ച് നീങ്ങുന്നത് കണ്ടു. ഇത് വളരെ എളുപ്പമാണല്ലോ, മുയൽ പറഞ്ഞു. ഞാൻ ഈ മരത്തിന്റെ ചുവട്ടിൽ കുറച്ചുനേരം വിശ്രമിക്കാം. അവൻ അവിടെ കിടന്നു കണ്ണുകൾ അടച്ചു താമസിയാതെ ഗാഢനിദ്രയിൽ ആണ്ടു. അതേസമയം ആമ യാത്ര തുടർന്നു, പതുക്കെയാണെങ്കിലും ഉറച്ച ചുവടുകളോടെ. അവൻ മുയലിനെ ശബ്ദമുണ്ടാക്കാതെ കടന്നുപോയി, എന്നിട്ട് വഴിയിലൂടെ മുന്നോട്ടുപോയി. മണിക്കൂറുകൾക്ക് ശേഷം മുയൽ ഉണർന്നു. അയ്യോ, ഓട്ടമത്സരം! അവൻ അലറി വിളിച്ചു. എന്നിട്ട് കഴിയുന്നത്ര വേഗത്തിലോടി. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ആമ അപ്പോഴേക്കും ഫിനിഷിംഗ് ലൈനിൽ എത്തിയിരുന്നു. എല്ലാ മൃഗങ്ങളും കൈയടിക്കുകയും ആർപ്പുവിളിക്കുകയും ചെയ്തു. മുയൽ നാണക്കേടുകൊണ്ട് തല താഴ്ത്തി. ആമ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏറ്റവും വേഗതയുള്ളവനാകുന്നതിലല്ല കാര്യം, ഒരിക്കലും തോൽവി സമ്മതിക്കാതിരിക്കുന്നതിലാണ്. ഒരു ഗുണപാഠം പറയട്ടെ, എപ്പോഴും പയ്യെ പോയാലേ വിജയിക്കാൻ സാധിക്കൂ. പയ്യെ തിന്നാൽ പനയും തിന്നാം. പതുക്കെയും സ്ഥിരതയോടെയും മുന്നേറുന്നവൻ വിജയിക്കും.